എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മലയാളം സിലബസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആദ്യം തന്നെ പറയാം, ഇതുവരെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. എന്നാൽ 2024 അവസാനം 2025 ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ മലയാളം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ മലയാളത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാണ് നിങ്ങളെ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും തീർത്ത് കൃത്യമായ സിലബസോടുകൂടി മോഡൽ എക്സാമോട് കൂടിയിട്ടും PDF നോട്ടുകളും അതിനപ്പുറം മെന്റൽ സപ്പോർട്ടോടുകൂടിയും നിങ്ങൾക്ക് പഠിക്കാനും റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്താനും പറ്റും. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മലയാളം സിലബസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, നോക്കാം. മലയാളം 10 മാർക്കാണ്. എല്ലാ PSCയും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്കറിയാം. അതിൽ പഠിക്കാനുള്ളത് നോക്കിയേ: പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുത്ത്, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനെ നിസ്സാരമായി കാണരുത്. ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നോക്കാം. ആദ്യത്തെ ഭാഗം എന്താണ്? പദശുദ്ധി, അല്ലെ? പദശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാർക്ക് കുറയുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് പദങ്ങളായി എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള വഴി. അപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ PSC പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് പദങ്ങളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വാക്യശുദ്ധി, അല്ലെ? എല്ലാ PSC പരീക്ഷകൾക്കും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും കണ്ടുവരുന്ന ഒന്നാണ് വാക്യശുദ്ധി. എന്താണ് വാക്യശുദ്ധി? വാക്യത്തിലുള്ള തെറ്റുകളെ തിരുത്തുക. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ 1 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഭാഗമാണ് വാക്യശുദ്ധി. അപ്പൊ എന്തൊക്കെ തെറ്റുകൾ വാക്യത്തിൽ കടന്നു വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. നമുക്കതും നോക്കാം. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പരിഭാഷയാണ്. പരിഭാഷ, അല്ലെ? ഒരു ഇംഗ്ലീഷിലെ വാക്ക് തന്നിട്ട് അതിന്റെ മലയാളത്തിലുള്ള മീനിങ് എന്താണെന്ന് കണ്ടെത്തുക. അതിന് അടുത്തതോ ഒറ്റപദം. ഈ ഒറ്റപദവും ഒരുപാട് പഠിക്കാനുണ്ട്, അല്ലെ? പക്ഷെ നമുക്ക് എല്ലാ ഒറ്റപദങ്ങളും പഠിക്കുന്നതിന് പകരം പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന എങ്ങനെയുള്ള ഒറ്റപദങ്ങളാണ് ചോദിക്കാറുള്ളത് എന്നുള്ളത് ഈ അടുത്തിടെ നടന്നിട്ടുള്ള പരീക്ഷകളെ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പര്യായ പദങ്ങൾ, അല്ലെ? പര്യായ പദങ്ങൾ പഠിക്കുമ്പോ പര്യായങ്ങളും ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാം പര്യായം? ഏറ്റവും റീസെന്റ് ആയിട്ട്, അല്ലെ? ഏറ്റവും പുതുതായിട്ട് കഴിഞ്ഞ എല്ലാ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കോ. അതിൽ ഒരേ മോഡല്, ഒരേ രീതിയിലാണ് പര്യായങ്ങൾ ചോദിച്ചിട്ടുള്ളത്. കൂടുതലായും ചോദിച്ചത് പ്രകൃതിയെ വെച്ചോണ്ടാണ്. സൂര്യൻ, ഭൂമി, നദി, ഇതൊക്കെ വെച്ചോണ്ടാണ് പര്യായ പദങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് വിപരീത പദം. വിപരീത പദവും അതുപോലെ തന്നെ ഇപ്പൊ ആവർത്തിച്ച് വരുന്ന കുറച്ച് പദങ്ങളുണ്ട്, അവയും നോക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പദങ്ങളായിട്ട് എല്ലാ ദിവസവും പരിചയപ്പെടുക. ഇനി അടുത്തത് അതുപോലെ തന്നെ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, അല്ലെ? അടിപൊളിയായിട്ട് നമുക്ക് 1 മാർക്ക് വാങ്ങാൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ് ശൈലികൾ, പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. ഒരു ശൈലി കിട്ടിക്കഴിഞ്ഞാല് അതെന്താന്ന് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാല് 1 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു, അല്ലെ? പഴയ ആളുകള് അവരുടെ ജീവിതാനുഭവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഓരോ ശൈലികളും ഉണ്ടാക്കുന്നത്. അപ്പൊ അർത്ഥം അറിയണമെങ്കിൽ ഒന്ന് ആലോചിച്ച 1 മാർക്ക് നമ്മുടെ കയ്യിൽ വീണ്ടും ഭദ്രമാണ്. അടുത്തത് നോക്കാം. സമാനപദം. സമാനപദവും അതുപോലെ തന്നെ ഈ പര്യായ പദങ്ങളും ഏകദേശം ഒരു
ജ്യേഷ്ഠാനുജത്തി ബന്ധത്തിൽ നിൽക്കുന്നതാണ്. അത് നമുക്ക് ഈ രണ്ടെണ്ണവും ഒരേ രീതിയിൽ പഠിച്ചാൽ മതിയാവും. പിന്നെ ഇവിടെ ചേർത്തെഴുതുക എന്ന് പറയുന്ന ഒന്നും നമുക്ക് കാണാം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ആവർത്തിച്ച് വരുന്ന ഒരു പദമാണ് വിണ്ടലം അല്ലെ. അതിനെ നമ്മൾ പിരിക്കുമ്പോ വിൺ പ്ലസ് തലമാണ് വിണ്ടലം. ഇത് ചേർത്തെഴുത്താണ് അല്ലെ. ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും അവിടെ വരുന്നുണ്ട്. വിൺ പ്ലസ് തലം വിണ്ടലം. അപ്പൊ അത് ചേർത്തെഴുത്ത് വന്നു, അതുപോലെ പിരിച്ചെഴുത്തും. ഇവ തമ്മിലും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ആരുണ്ട്? ഒളിച്ചു നിൽക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സന്ധിയും മറ്റൊന്ന് സമാസം. സന്ധി സമാസം. അപ്പൊ ഇത് നേരെ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതും പഠിക്കണം. ഇനി അതുപോലെ അടുത്തത് നോക്കിയേ, സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം. ഇവിടെയും എന്ത് നമുക്ക് പഠിക്കാനുണ്ട്? എതിർലിംഗ പദങ്ങൾ അല്ലെ. സ്ത്രീലിംഗം, പുല്ലിംഗം, എതിർലിംഗ പദങ്ങളാണ്. ഇതും നമ്മൾ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. ഇനി അടുത്തതോ വചനം. എല്ലാ പരീക്ഷകൾക്കും കണ്ടുവരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വചനത്തിൽ നിന്ന് വരിക അല്ലെ. വചനം എത്ര തരമുണ്ട്? ഏകവചനം, ബഹുവചനം, അവയുടെ പിരിവുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് പ്രത്യയങ്ങൾ വരുന്നത് എന്ന് നോക്കി വെച്ചാൽ നമുക്കത് പഠിക്കാം. പിരിച്ചെഴുത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതിനകത്ത് സന്ധിയുണ്ട്, സമാസമുണ്ട്. ഇനി അതുപോലെ അടുത്തത് നോക്കിയേ, ഘടകപദം. ഘടകപദവും ഇതുപോലെ തന്നെ. വാക്യം ചേർത്തെഴുതൽ. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, 14 ടോപ്പിക്കുകൾ. പക്ഷേ ഇവര് നിസ്സാരക്കാരല്ല. ഈ 14 ടോപ്പിക്കുകളും പഠിക്കുമ്പോ തന്നെ നമ്മൾ എന്ത് പഠിക്കുന്നു? പ്രായോഗിക വ്യാകരണം. പ്രായോഗിക വ്യാകരണം. പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിലുള്ള ഒരു പരീക്ഷ ആയത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പഠിക്കുന്നതിൽ ഗ്രാമർ ഭാഗങ്ങള് അല്ലെ, ഒരു വിധത്തിലുള്ള ഗ്രാമർ ഭാഗങ്ങള് എല്ലാം നമ്മൾ നോക്കിപ്പോണം. ശബ്ദങ്ങളും ശബ്ദങ്ങളുടെ വിഭാഗങ്ങളും ഒക്കെ പഠിക്കേണ്ടുന്ന ഒരു ഏരിയയാണ് മലയാളം എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും. എന്നാൽ പഠിക്കാതെ പോയാൽ അതുപോലെ തന്നെ മാർക്ക് കുറയുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു പേപ്പറാണ് മലയാളം. പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് മലയാളം. ഇക്കഴിഞ്ഞ LDC പരീക്ഷകളിൽ ഒന്നും തന്നെ മലയാളം വലിയ രീതിയിൽ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പൊ ഡിഗ്രി ലെവലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പഠനം നിർബന്ധമായും നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടി വലിയൊരു അവസരം ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനെ വെച്ചുകൊണ്ട് നമ്മളിപ്പോ പറഞ്ഞ ഭാഗങ്ങളൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിനിടയിൽ കഴിഞ്ഞ ഒരു PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. പദശുദ്ധിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യം. ശരിയായ പദം എഴുതുക. ഉദ്ഘാടനം, 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 ഉദ്ഘാടനം. ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? നമ്മള് നിരന്തരം കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെ. ഇതിന്റെ ഉത്തരം ഏതാ വരുന്നത്? ഓപ്ഷൻ D ആണ്. ഉദ്ഘാടനം അല്ലെ. ഉദ്ഘാടനം എന്ന് ചിലർ പറയും, എങ്കിലും ഉദ്ഘാടനമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. പദശുദ്ധിയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ആവർത്തിച്ച പരീക്ഷാ പേപ്പറുകളിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ശരിയായ രൂപം ഏത്? അഭ്യസ്ത വിദ്യൻ, അഭ്യസ്ത വിദ്യൻ, അഭ്യവിദ്യൻ, അഭ്യസ്ത വിദ്യൻ അല്ലെ. വിദ്യ അഭ്യസിക്കുന്നവൻ, അഭ്യസ്ത വിദ്യൻ. ഏതാ ഇതിനകത്ത് കറക്റ്റ്? സ്ഥാ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അല്ല എന്ന് നമ്മൾ ഏകദേശം ഊഹിച്ചിട്ടുണ്ട്. ഇനി ഇതാണോ? സ്ഥാ എന്ന് പറയുമ്പോ ഇതാണ്. സ്ഥലം എന്നൊക്കെ നമ്മൾ എഴുതുന്നത് ഇതാ. അപ്പൊ അഭ്യസ്ത വിദ്യൻ ഇതാണോ? അല്ല, മറിച്ച് അഭ്യസ്ത വിദ്യൻ, അഭ്യസ്ത വിദ്യൻ. ഇവിടെ സായും തായുമാണ് എഴുതേണ്ടത്. ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, നമ്മൾ തെറ്റിക്കുന്ന കുറച്ച് പദങ്ങളെ കൂടി പരിചയപ്പെടാം. നോക്കാം. വിദുഷി, വിദുഷി, അമാത്യൻ, സ്രഷ്ടാവ്. സൃഷ്ടാവ് എന്നാണ് നമ്മൾ പലപ്പോഴും പറയാ അല്ലെ. സൃഷ്ടാവ്, സൃഷ്ടിച്ചു. അപ്പൊ സ്രഷ്ടാവാണ്, സ്രഷ്ടാവ്. അനർഘം, അനർഘമായ നിമിഷം അല്ലെ, അനർഘം. ഹാർദം, അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് ഹാർദം.
പലപ്പോഴും വാക്യശുദ്ധിയുടെ ഭാഗത്തും ഒറ്റപദത്തിന്റെ ഭാഗത്തൊക്കെ കണ്ടുവരാറുണ്ട്. ഹാർദവം എന്ന് പറയുന്ന ഒരു പദമാണ് നിങ്ങൾ കണ്ടതെങ്കിൽ അത് തെറ്റാണ്. ഹാർദം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഹൃദയത്തിന്റെ ഭാഷയിൽ എന്നാണ് അതിനർത്ഥം വരുന്നത്. അപ്പൊ ഹാർദമാണ് കറക്റ്റ്. ഇനി അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, PSCയുടെ സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യമാണ് അടിമത്തം എന്നൊക്കെ തന്നിട്ട് ഇതിലേതാണ് ശരി? അപ്പൊ അടിമത്വമല്ല, അടിമത്തമാണ് കറക്റ്റ്. അടിമത്തം. ഓക്കെ. അതുപോലെ തന്നെ കുടിശ്ശിക അടക്കുക, നികുതി എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ കുടിശ്ശികയാണ് കറക്റ്റ്. യാദൃച്ഛികം അടുത്തതാണ്. പലപ്പോഴും നമ്മൾ എഴുതുന്നതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും യാദൃശ്ചികം ഇത് വെച്ചോണ്ടായിരിക്കും. അപ്പൊ കറക്റ്റ് ഏതാണ്? യാദൃച്ഛികമാണ്. ഇത് തെറ്റാണ്. ശിരച്ഛേദം ഇങ്ങനെ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഇവിടെയോ എഴുതാം കേട്ടോ. ഈ രണ്ട് രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും. ശിരച്ഛേദം ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ ചായ ഇപ്പുറത്തേക്ക് വന്നാലും കറക്റ്റ് ആണ്. ശിരച്ഛേദം. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും പല പുസ്തകങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന ഒന്നാണ് ഈ സാമ്രാട്ട് എന്ന് പറയുന്ന പദങ്ങൾ, അല്ലെ? ചക്രവർത്തി, അങ്ങനെയുള്ള ഒരു പ്രതാപമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സമ്രാട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു പദം കൂടിയാണിത്. സാമ്രാട്ട് അല്ല, സമ്രാട്ടാണ് കറക്റ്റ്. സമ്രാട്ട്. അതുപോലെ തന്നെ പാദസ്വരം പാദത്തിനിടുമ്പോ സ്വരം വരുന്നതല്ലേ പാദസ്വരം എന്ന് ചിന്തിക്കരുത്. പാദസരം കാലിൽ അണിയുന്നത്, അല്ലെ? പാദസരമാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കുറെ പദങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കാണ്. ശരിയായ വാക്യമേത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യമേത്? അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചമൊന്നും ഇതിനില്ല. അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചം ഇതിനില്ല. അതിനേക്കാൾ ഒരു മെച്ചമൊന്നും ഇതിനില്ല. അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? നോക്കിയേ. അതിനേക്കാൾ കവിഞ്ഞ്, അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ എന്നാണ് അർത്ഥം, അല്ലെ? അതിനേക്കാൾ കവിഞ്ഞ. അപ്പൊ ഇത് തെറ്റാണ്. രണ്ടാമത്തെ നോക്കിയേ. അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചം ഇതിനില്ല. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള, അതിനേക്കാൾ ഒരു മെച്ചം ഇതിനില്ല. അതും തെറ്റ് തന്നെയാണ്. ഇനി സി നോക്കിയേ. അതിനേക്കാൾ ഒരു മെച്ചമൊന്നും ഇതിനില്ല. അതിനേക്കാൾ ഒരു മെച്ചമൊന്നും ഇതിനില്ല. അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. ഏതാ ഇവിടെ കറക്റ്റ്? അതിനേക്കാൾ ഒരു എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ഇവിടെ ഉണ്ട്, അതുമല്ല. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, അല്ലെ? നമുക്കിത് വായിക്കുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റി. എന്നാൽ എല്ലായ്പ്പോഴും ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ആ സന്ദർഭത്തിലാണ് നമ്മൾ ഇതെന്താണ് വാക്യശുദ്ധി, എന്തൊക്കെ തെറ്റുകളാണ് വാക്യത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോ വാക്യത്തിൽ വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു വെച്ചോ. ഒന്നാമത്തെ വാക്യദോഷമാണ് പദക്രമഭംഗം. എന്താ ഈ പേര് തന്നെ ഉണ്ട്, അല്ലെ? പദക്രമഭംഗം. അതായത് ഒരു വാക്യത്തിൽ പദങ്ങളുടെ സ്ഥാനം മാറുന്നത് മൂലമുണ്ടാകുന്ന ദോഷത്തെയാണ് പദക്രമഭംഗം എന്ന് പറയുന്നത്, അല്ലെ? കർത്താവ്, കർമ്മം, ക്രിയ എന്നിങ്ങനെയാണ് ഒരു കൃത്യമായ ഒരു ഘടന ഒരു വാക്യത്തിലുണ്ട്. അത് തെറ്റുന്നത് മൂലമുണ്ടാകുന്ന ദോഷം. രണ്ടാമത്തേതാണ് പൗനരുക്ത്യം അഥവാ പുനരുക്തി. പൗനരുക്ത്യം അഥവാ പുനരുക്തി. എന്താ അങ്ങനെ പറഞ്ഞാല്? പുനരുക്തി, പുനർ എന്ന് പറഞ്ഞാൽ വീണ്ടും ആവർത്തിച്ചു വരിക. ഒരേ അർത്ഥത്തിലുള്ള, ഒരേ ആശയം തരുന്ന പദങ്ങൾ വീണ്ടും ഒരു വാക്യത്തിൽ ആവർത്തിച്ചു വന്നാൽ ഉണ്ടാകുന്ന ദോഷമാണ്. ഓക്കെ. ഇനി അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടത്. അതിനേക്കാൾ കവിഞ്ഞ് കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ദോഷാണ് പൗനരുക്തം അഥവാ പുനരുക്തി. മൂന്നാമത്തേത് വിലക്ഷണ പ്രയോഗം. എന്താ വിലക്ഷണ പ്രയോഗം? അതായത്
തെറ്റായ പദങ്ങളുടെ ഉപയോഗം, അക്ഷര തെറ്റുകളൊക്കെ വന്നാൽ അത് വിലക്ഷണ പ്രയോഗമാണ്. നേരത്തെ പറഞ്ഞില്ലേ ഹാർദം, ഹാർദവം, ഹർദവം എന്ന് കണ്ടാൽ തെറ്റാണ്, ഹാർദമാണ് കറക്റ്റ് എന്ന്. അത് തന്നെ. ഇനി നാലാമത്തത് ഗതി ശബ്ദം കൊണ്ടുണ്ടാകുന്ന ദോഷം. ഗതി ശബ്ദം, ഗതി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വച്ച്, കൊണ്ട്, നിന്ന്, തന്നെ, ഊടെ, ഒരു. എന്തൊക്കെയാണ് ഗതിശബ്ദം? വച്ച്, കൊണ്ട്, നിന്ന്, തന്നെ, ഊടെ, ഒരു. ഇങ്ങനെയുള്ള പദങ്ങള് ഒരു ആവശ്യമില്ലാതെ ഒരു വാക്യത്തിൽ കടന്നു വരുന്നത് മൂലമുണ്ടാകുന്ന ദോഷത്തെയാണ് ഗതിശബ്ദം കൊണ്ടുണ്ടാകുന്ന ദോഷം എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, അതിനേക്കാൾ ഒരു എന്ന് പറയുന്നത് വെറുതെ വന്നതാ. അപ്പോ ആ വാക്യം തെറ്റായി. ഇനി അഞ്ചാമത്തെ ദോഷമാണ് സമുച്ചയ ദോഷം. സമുച്ചയം, സമുച്ചയം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിച്ചേർക്കുക എന്നാണ് അർത്ഥം. കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാലോ, അതായത് രണ്ട് പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാനും വേർതിരിക്കാനും ചില പ്രത്യയങ്ങൾ ഉപയോഗിക്കും, അല്ലെ? രണ്ട് പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യയമാണ് പ്രത്യയം. രണ്ട് പദങ്ങളെ വേർതിരിക്കാനാണെങ്കിലോ ഓ എന്ന പ്രത്യയം ഉപയോഗിക്കും. ഇവ യഥാസ്ഥാനത്ത് ചേരാത്തത് മൂലമുണ്ടാകുന്ന ദോഷത്തെയാണ് സമുച്ചയ ദോഷം എന്ന് പറയുന്നത്. ഓക്കെ, ഓ എന്നത് കൃത്യമായ സ്ഥലത്ത് ചേരണം. ഇനി അടുത്തത് ആറാമത്തെ ദോഷാണ് സംഖ്യാശബ്ദം കൊണ്ടുള്ള ദോഷം. സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം എപ്പോഴും ഏകവചനമായിരിക്കണം. ബഹുവചനം വന്നാൽ ആ വാക്യം തെറ്റാണ്. 5 പുസ്തകം, 6 പേന, 7 മിഠായി, ഇങ്ങനെ പറയാവൂ. അപ്പൊ സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം എപ്പോഴും ഏകവചനം മാത്രം വരണം. അല്ലാതെ ബഹുവചനം വന്നാൽ ആ വാക്യം തെറ്റായിരിക്കും. അപ്പൊ ഈ 6 കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചാൽ വാക്യശുദ്ധി ഭാഗത്ത് നിന്ന് 1 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഒറ്റ പദത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, അല്ലെ? ഈ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റ പദം ഏത്? ജിജ്ഞാസു, പിഭടിഷു, പിഭാസു, ബുഭുക്ഷു. ഇതിനകത്തേതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്? പിഭാസു, അല്ലെ? കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നർത്ഥം വരുന്നത് പിഭാസു. ജിജ്ഞാസു എന്ന് പറഞ്ഞാലോ അറിയാൻ ആഗ്രഹിക്കുന്നയാൾ, അല്ലെ? അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്. അറിയാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ അയാളെ നമുക്ക് പറയാം ജിജ്ഞാസു. അതുപോലെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ആര്? പിപഠിഷു, അല്ലെ? പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപഠിഷു. അപ്പൊ പഠിക്കാനുള്ള ആഗ്രഹമാണെങ്കിലോ പിപഠിഷ, അല്ലെ? പിപഠിഷ. അതുപോലെ തന്നെ അടുത്ത നോക്കിയേ, ബുഭുക്ഷു. എന്താ ബുഭുക്ഷു എന്ന് പറഞ്ഞാല്? അതായത് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവൻ ബുഭുക്ഷു. മുമുക്ഷു എന്ന് പറഞ്ഞാലോ മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു. ഇങ്ങനെ ഒരുപാട് ഒറ്റ പദങ്ങളുണ്ട്. അപ്പൊ ഒറ്റ പദങ്ങളെല്ലാം നമുക്ക് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ പഠിക്കാം? ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ഒറ്റപദം പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ബന്ധങ്ങൾ തന്നെയാണ്, അല്ലെ? PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മകളുടെ ഭർത്താവ് ആരാ? ജാമാതാവ്. മകന്റെ ഭാര്യ സ്നുഷ. പുത്രന്റെ പുത്രൻ. ഇങ്ങനെയുള്ള കുറെ ബന്ധങ്ങൾ വെച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഭീമന്റെ പുത്രി ഭൈമി, ജനകന്റെ പുത്രി, ഇല്ലേ? ദ്രോണരുടെ പുത്രൻ. ഇങ്ങനെയുള്ള കുറച്ച് പുരാണത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോ നിങ്ങൾ പഠിക്കേണ്ട, ഒറ്റ പദം പഠിക്കേണ്ടത് എങ്ങനെയാണ്? 3 രീതിയിൽ വെച്ച് പഠിക്കാം. ഒന്ന് നമ്മുടെ ദ്രോണരുടെ പുത്രൻ, ഭീമന്റെ പുത്രി, ജനകന്റെ പുത്രി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പഠിച്ച കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഒറ്റപദങ്ങൾ. അറിയാൻ ആഗ്രഹിക്കുന്നയാൾ, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നയാള്, അതുപോലെയുള്ള കുറച്ച് പദങ്ങളെയും നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ബന്ധങ്ങളും പഠിച്ചു വെക്കുക. പുത്രന്റെ പുത്രൻ, മകളുടെ ഭർത്താവ്, മകന്റെ ഭാര്യ തുടങ്ങിയ പദങ്ങളും പഠിച്ചു വെക്കുക. ഇവയാണ് പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. പര്യായ പദം, അല്ലെ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പര്യായ പദം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
ആകാശം എന്ന അർത്ഥം വരാത്ത പദം ഏത്? പര്യായത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. ആകാശം എന്ന അർത്ഥം വരാത്ത പദം ഏത്? നഭസ്, വ്യോമം, വിണ്ടലം, വസുധ. ഏതാ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്? നഭസ് ആകാശാണ്, വ്യോമം ആകാശമാണ്, വിണ്ടലം ആകാശമാണ്, വസുധയാണ് കൂട്ടത്തിൽ ചേരാത്തത് അല്ലെ. വസുധ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഭൂമി എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂര്യന്റെയും അതുപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, തിരമാല, കടല് ഇങ്ങനെയുള്ള പ്രകൃതിയെ കുറിച്ചിട്ടുള്ള പര്യായ പദങ്ങളാണ് പരീക്ഷയ്ക്ക് അധികവും കാണാറുള്ളത്. അത്തരത്തിലുള്ള പദങ്ങളെ നിങ്ങൾ ഒന്നുകൂടി പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് കിട്ടുന്ന മറ്റൊരു ഭാഗമാണ് മാരാർ ചെണ്ട കൊട്ടുന്നു. അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, പൂജക ബഹുവചനം അല്ല ബഹുവചനമാണ്. ഇതിനകത്ത് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? മാരാർ ചെണ്ട കൊട്ടുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ മാരാറിനെയാണ്. ഈ മാരാർ ഏത് വിഭാഗത്തിലാ? അലിംഗമാണോ, സലിംഗാണോ, പൂജകാണോ, ബഹുവചനമാണോ? അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അറിയണം. വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? വചനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതാണ് വചനം അല്ലെ. വചനം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഏകവചനം ഉണ്ട്, മറ്റൊന്ന് ബഹുവചനം ഉണ്ട്. ഇതിനകത്ത് ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ കുറിക്കുന്നത് അല്ലെ. ബഹുവചനം എന്ന് പറഞ്ഞാലോ ഒന്നിലധികം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ബഹുവചനത്തെ തന്നെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. സലിംഗ ബഹുവചനം, സലിംഗം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗം, അലിംഗം, പൂജക ബഹുവചനം ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലിംഗങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. പുല്ലിംഗം ഉണ്ട്, സ്ത്രീലിംഗം ഉണ്ട്, നപുംസകലിംഗം ഉണ്ട്. ഈ 3 ലിംഗത്തെയും അവ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ ബഹുത്വത്തെ കാണിക്കുന്നതാണെങ്കിൽ അത് സലിംഗ ബഹുവചനം. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അമ്മമാർ, അച്ഛന്മാർ, പിതാക്കൾ, മാതാവ് ഇങ്ങനെ സ്ത്രീ, പുരുഷ. അതുപോലെ നപുംസക ലിംഗത്തിലും എന്താ നപുംസക ലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗമില്ലാത്തത് അല്ലെ. മലകൾ, പുഴകൾ അങ്ങനെ വരുന്നവയും ഈ സലിംഗ ബഹുവചനത്തിനകത്ത് ഉൾപ്പെടുന്നു. അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാലോ ലിംഗമില്ലാത്തത്. അതായത് എങ്ങനെ ആണെന്നും പെണ്ണെന്നും നമുക്ക് വേർതിരിക്കാൻ പറ്റാതെ ഒന്നിച്ച് പറയുന്നത്. സ്ത്രീലിംഗം പുല്ലിംഗം വേർതിരിവില്ലാതെ ഒന്നിച്ച് പറയുന്നതാണെങ്കിൽ അതാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ജനങ്ങൾ, ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്ത്രീ ഉണ്ട്, പുരുഷനുണ്ട് അല്ലെ. കുട്ടികൾ, സ്ത്രീ ഉണ്ട്, പുരുഷനുണ്ട്. കേരളീയർ, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഇങ്ങനെ പറയുന്നതാണ് ആ ലിംഗ ബഹുവചനം. കൃത്യമായ ഒരു ലിംഗത്തെ സൂചിപ്പിക്കാത്തത്. ഇനി അടുത്തത് നോക്കിയേ, പൂജക ബഹുവചനം. എന്താ പൂജക ബഹുവചനം? ഒരാളെ നമ്മൾ പൂജിക്കുന്നത് എപ്പോഴാ? ബഹുമാനം കൂടുമ്പോഴാണ് അല്ലെ. അതുപോലെ തന്നെ ഒരാളെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദങ്ങളാണ് പൂജക ബഹുവചനം. അപ്പൊ മാരാർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അല്ലെ. മാരാർ, പണിക്കർ, വൈദ്യർ, ദ്രോണർ ഇങ്ങനെ ഒക്കെ വരുന്നവര് പൂജക ബഹുവചനത്തിലാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ പരിചയപ്പെട്ടത് പ്രധാനപ്പെട്ട നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗങ്ങളായ വാക്യശുദ്ധിയും ഒറ്റപദവും അതുപോലെ തന്നെ പദശുദ്ധി, പിന്നെ നമ്മൾ പഠിച്ച ഈ വചനം എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാനും അതുപോലെ തന്നെ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്താനും നിങ്ങൾ പെട്ടെന്ന് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ജോയിൻ ചെയ്യുക.